ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സി പി യു ആണ്. അതായത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സി പി യു റീബോൾ ചെയ്യുന്ന വീഡിയോ ചെയ്യുക എന്നുള്ളത്. ഇതിപ്പോൾ ഒരു ഗം അയച്ച സി പി യു ആണ്, പോക്കോ എക്സ്3ൻ്റെ സി പി യു ആണ്. അപ്പോൾ ഇതെങ്ങനെ സിമ്പിളായിട്ട് റീബോൾ ചെയ്തെടുക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലത്തെ ഗം എങ്ങനെ കളയുക എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ജസ്റ്റ് അതിൻ്റെ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഫുള്ളായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇത് നമ്മൾ ഐ സി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പോക്കോ എക്സ്3 അയച്ച വാർഡുള്ളതാണ്. അതായത് ഗമ്മ് പോലും റിമൂവ് ചെയ്തിട്ടില്ല, ഗമ്മ് വരെ എങ്ങനെ റിമൂവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സിമ്പിളാണ് അതിങ്ങനെ. കാരണം ഐ സി ഇങ്ങനെ കുടുക്കിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇളകിപ്പോയില്ല. എന്നതിന് ശേഷം നമ്മൾ ഈ ഇതിൻ്റെ മുകളിലത്തെ ഗമ്മ് റിമൂവ് ചെയ്യാൻ സ്ക്രാപ്പർ പോലെ തന്നെ അതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് സാധനം ഇതേപോലെ ഒരു 240 അല്ല 50 ഹീറ്റ് ഇട്ടിട്ട് ഇതുപോലെ മെല്ലെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മെല്ലെ ഒന്ന് തോണ്ടുമ്പോഴത്തേക്കാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഗമ്മ ഇങ്ങനെ കൂളായിട്ട് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരച്ചെടുത്താൽ മതി, കൂളായിട്ട് വരും. കണ്ട ഇതുപോലെ വരും. അപ്പോൾ 250 മാക്സിമം, 250 മാക്സിമം. അതിൽ കൂടുതലായി പോകരുത്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഐ സി ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയില്ല, പക്ഷെ എന്നാലും ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം ചില ആൾക്കാരുണ്ട് ഇത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മഞ്ഞ പോലെ ഉണ്ടാകുക. അപ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് മറ്റേ PPD ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഫ്ലെക്സ് കൂട്ടിയിട്ട് ഇതുകൊണ്ട് വരച്ചു കൊടുക്കില്ല. അപ്പോൾ പെട്ടെന്ന് പ്രിൻറ്റ് പോകും. അതിനെയും കാട്ടി നല്ലത് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ബ്രഷ് എടുത്തിട്ട് നമ്മളൊന്നെങ്കിൽ 6000 അല്ലാന്നുണ്ടെങ്കിൽ ടിന്നറോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓവറാക്കിയിട്ട് പ്രസ് ചെയ്യരുത്, മെല്ലെ ഒന്ന് കൂളായിട്ടൊന്ന് നൈസായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഐ സി ഒന്ന് വെളുത്ത് വരും. മഞ്ഞി നിൽക്കുന്ന സാധനമൊക്കെ വെളുത്ത് വരും. അതങ്ങനെയാണ് കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ കുറച്ചുകൂടി സിമ്പിൾ. മറ്റേതാകുന്ന സമയത്ത് ചിലപ്പോൾ ഐ സി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിലും ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ മാക്സിമം പതിയെ വരച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ടിഷ്യൂ അല്ലെങ്കിൽ തുണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് തുടച്ച് ക്ലീൻ ചെയ്യാം. പിന്നെ നമ്മൾ വീഡിയോ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അയച്ചു കൊടുത്തിട്ട് അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്കും കൂടി ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാണ് അടുത്ത നമ്മളിങ്ങനെ പുതിയ വീഡിയോസ് വരിക. അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മാക്സിമം ഞാൻ അത് ക്ലിയർ ചെയ്യുന്നതാണ്. ഇനി അടുത്ത് റീബോൾ ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം നമ്മൾ കോമൺ സ്റ്റെൻസിൽ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ സ്റ്റെൻസിൽ, അതായത് നമ്മൾ ഏതാണോ ഐ സി CPU ഒക്കെ ആണോ, കുറച്ച് വലിയ ഐ സി ആണല്ലോ, അപ്പോൾ മാക്സിമം അതിൻ്റെ സ്റ്റെൻസിൽ കൊണ്ട് തന്നെ ഇടുക. എന്നതിന് ശേഷം PPD അപ്ലൈ. PPD ഞാൻ എടുക്കുന്നത് ഇതിൻ്റെതാണ്, കൈസീൻ്റെ ഉണ്ട്. അതേപോലെ തന്നെ മറ്റേ ഇതിൻ്റെതുണ്ട്, മെക്കാനിക്കിൻ്റെ എനിക്ക് വലിയ ലൈറ്റ് ആയിരിക്കില്ല. കുറച്ചുകൂടി സെറ്റപ്പ് എനിക്ക് തോന്നുന്നു കൈസിയാന്ന് തോന്നുന്നത്. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 2UULൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത PPD തോന്നുന്നുണ്ട്. എന്നാലും ശേഷം നമ്മളിത് PPD അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ബെൻഡ് ട്യൂസർ ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ ഇതിൽ വെച്ചതിന് ശേഷം ഒരു സെയിം, അതായത് 250 260 ഹീറ്റ് ഇട്ടിട്ട് നമ്മൾ ആദ്യം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മളൊരു സൈഡിൽ നിന്ന് മെല്ലെ ഹീറ്റ് ആക്കി കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്യുന്ന എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് നമ്മളൊരു സൈഡിൽ നിന്ന് പിടിക്കുന്ന സമയത്ത് ചില സ്റ്റെൻസിൽ അപ്പോൾ ബെൻഡ് ആവുക അല്ലെങ്കിൽ പൊങ്ങി വരികയൊക്കെ ചെയ്യും, ബൾജാവുകയൊക്കെ ചെയ്യും. അതൊന്നെങ്കിൽ ഹീറ്റ് കൂടി കഴിഞ്ഞാലൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു പൊസിഷനിൽ വെക്കുന്ന സമയത്ത് സ്റ്റെൻസിൽ വളഞ്ഞൊന്നും പോകില്ല. ചില സ്റ്റെൻസിൽ അങ്ങനെ ആകുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മളിതുപോലെ സർജിക്കൽ കൊണ്ട് ചെത്തുക. ഈ ചെത്തുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സാധനത്തിൻ്റെയും ബോൾ കറക്റ്റ് ലെവലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ചെത്തുക. എന്നതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാത്തിൻ്റെയും കറക്റ്റ് ആയിട്ടുണ്ടോ ഇല്ല നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഒന്നും കൂടെ PPD അപ്ലൈ ചെയ്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി നമ്മൾ അതിൻ്റെ ട്യൂസറും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഒന്നുകൂടി ഹീറ്റ് ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ PPD ഇടുന്ന സമയത്ത് ഇട്ട് വരതരുത്. ഒരു കോമൺലി മെല്ലെ തടഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ തടവുന്നത്. എന്നതിന് ശേഷം ഒന്നുകൂടെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ട ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി, ഓവറായിട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ട. എന്നതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് മെല്ലെ ഇങ്ങനെ ഹീറ്റാക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ സാധനം മറ്റേ കറക്റ്റായിട്ട് അതിൻ്റെ ബോൾ വരുന്നത് നമുക്ക് കറക്റ്റ് മനസ്സിലാവേണ്ട. ഇത് കറക്റ്റ് ബോൾ വന്നിട്ടുണ്ട്. ഇത് 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുവിധമൊക്കെ റെഡിയാകും. ചിലപ്പോൾ 3 പ്രാവശ്യം ചെയ്യേണ്ടി വരും. എന്നതിന് ശേഷം ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ബ്ലേഡ് വെച്ചിട്ട് ചെത്തുക. അതായത് കറക്റ്റ് ലെവലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവണമല്ലോ. അപ്പോൾ ഒന്നുകൂടി ചെത്തുക. ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ ഏകദേശം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. കറക്റ്റ് പക്കയായിട്ട് എല്ലാ സ്ഥലത്തും അതിൻ്റെ കറക്റ്റായി വന്നിട്ടുണ്ട്. എങ്ങനെ നമുക്ക് 2 3 പ്രാവശ്യം ചെയ്തിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ നമ്മൾ PPD ഇടണ്ട, പിന്നെ നമ്മൾ നേരെ മറ്റേ ട്യൂസർ വെക്കുക. എന്നതിന് ശേഷം ഹീറ്റ് അടിക്കുക. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് നമ്മുടെ ബോൾ അങ്ങനെ തന്നെ വരുന്ന നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഇതുണ്ട്, ഇതിൽ കറക്റ്റ് ബോളായിട്ട് വന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ക്യാമറയിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. എൻ്റെ ക്യാമറയ്ക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ക്യാമറ ഞാൻ സർവീസിന് കൊടുത്തിട്ടാണ്. എനിക്ക് കുറേ ആയിപ്പോൾ കിട്ടാത്ത, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ മര്യാദയ്ക്ക് വരാത്തത്. ആരുടെടുത്തെങ്കിലും ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ തരാൻ പറ്റുവാണെങ്കിൽ തരാം, ഇല്ലെങ്കിൽ കുറഞ്ഞ റേറ്റിന് ആരുടെടുത്തെങ്കിലും സെക്കൻഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. മൈക്രോസ്കോപ്പിൻ്റെ ക്യാമറ ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ആകുമ്പോൾ അടുത്തടുത്ത വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമല്ലോ. എൻ്റെ ക്യാമറ കംപ്ലൈൻ്റ് ആയി, പുതിയ വാങ്ങിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ വാറണ്ടി ഇല്ല. എന്ത് ചെയ്യാനാ,
പറഞ്ഞിട്ട് കാര്യമില്ല. എന്നതിന് ശേഷം റീബോൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നമ്മൾ നോക്കിയിട്ട് എവിടെയെങ്കിലും പി പി ഡി സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്യൂസർ കൂർമുള്ള ട്യൂസറുണ്ട്, അത് മെല്ലെ എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് അടിച്ചു കൊടുക്കുക. ഈ ഹീറ്റ് അടിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഫ്ലെക്സ് ഇടാം, ഫ്ലെക്സ് ഇടാണ്ടും അടിക്കാം. പക്ഷേ കറക്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ, അതായത് എവിടെയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഹീറ്റ് അടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സാധനം ഫുള്ള് ചെയ്തിട്ട് ഫുൾ ഓക്കെ ആയിട്ടുണ്ട്, ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് ഇടുക. ഇനി ഇതുപോലത്തെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം ഓക്കെ, ബൈ.